മരിക്കാൻ പോയിട്ട് അങ്ങോട്ട് പോയിടുന്ന അവർ പറഞ്ഞു. ഹലോ മീഗോ, ഇറ്റ്സ് മീ റാങ്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കാട്ടിക്കുളം തോൽപ്പെട്ടി റൂട്ടിൽ തെറ്റ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടാൽ മനസ്സിലാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് മേലെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. നല്ലൊരു വൺ ഡേ റൈഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടീമായിട്ട് രാവിലെ തന്നെ നേരത്തെ ഇറങ്ങിയതായിരുന്നു. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഡിലേ ആയി അവസാനം ഞങ്ങൾ ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇവിടെ നല്ല ഉണ്ണിയപ്പം കിട്ടും. നമ്മുടെ മാപ്പിൽ നോക്കിയാൽ കുട്ടേറ്റൻസ് ഉണ്ണിയപ്പം എന്ന് കാണാൻ പറ്റും. നല്ല ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഉണ്ണിയപ്പമാണ് സ്പെഷ്യൽ. ഉണ്ണിയപ്പവും കഴിച്ചു. നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ്. ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ എന്തായാലും ഇവിടുത്തെ ഉണ്ണിയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഇല്ലാതെയാണ് ഇപ്പോഴും ഈ ഒരു റൈഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൺ ദ വേയിൽ ഇങ്ങനെ ഓരോ പ്ലാനുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴുള്ള പ്ലാൻ എന്താ വെച്ചാൽ ഈ ഒരു റോഡ് നേരെ നമ്മൾ കുട്ട വരെ പോകുന്നു. തോൽപ്പെട്ടി ഫോറസ്റ്റ് റോഡാണിത്. കുട്ട എത്തിയിട്ട് അവിടുന്നാണ് നമ്മുടെ നാഗർഹോള് ഫോറസ്റ്റ് റൂട്ടിലേക്ക് പോകാനുള്ള ഡൈവേഷനൊക്കെ വരുന്നത്. അപ്പോൾ അവിടുന്ന് മോട്ടോർ സൈക്കിൾ പോകാനുള്ള എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് ഫെയിലായാൽ നമുക്ക് അവിടുന്ന് വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇനി കുറച്ച് നേരം നമ്മൾ എക്സ്പൾസിലായിരിക്കും. വേറെ ഒന്നല്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് FZ ഒന്ന് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അവൻ്റെ വണ്ടിയായിട്ടൊന്ന് സ്വാപ്പ് ചെയ്തു. ഇനി കുറച്ച് നേരം നമുക്ക് എക്സ്പൾസ് ഓടിക്കാം. നമ്മൾ ഗ്രൂപ്പായിട്ട് റൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള നല്ല അധികം ട്രാഫിക് ഒന്നും ഇല്ലാത്ത റൂട്ടിലാകുമ്പോൾ നല്ല കോർണേഴ്സൊക്കെ വരുമ്പോൾ തന്നെ എല്ലാവരും ഒരുമിച്ച് ഉള്ള ആ ഒരു റിതമിക് റൈഡ് വരിയായിട്ട് ഒരേ ഇതിലിങ്ങനെ പോകുന്ന കാണാൻ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇത് ശരിക്കും ഏറ്റവും ബാക്കിൽ റൈഡ് ചെയ്യുന്ന ആൾക്കാണ് ഈ ഒരു കാഴ്ച കാണാൻ പറ്റുക.
ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് നല്ല പച്ചപ്പ് കിട്ടുന്ന റൂട്ടാട്ടോ. ഈ ഒരു കാട്ടിക്കുളം തോൽപ്പെട്ടി കുട്ട ഉള്ള ഈ ഒരു റൂട്ട് മെയിനായിട്ട് ഈ തോൽപ്പെട്ടി ഫോറസ്റ്റ് ഒക്കെ ഈ ഒരു റൂട്ടിലാണ് വരുന്നത്. നല്ല തേക്കും അതുപോലെ തന്നെ നല്ല പച്ചപ്പുള്ള മരങ്ങളൊക്കെ ഈ ഒരു റൂട്ടിൽ വന്നാൽ കിട്ടും. ഞങ്ങൾ ഈ ഒരു സ്ട്രെച്ചിൽ പ്രത്യേകിച്ച് അങ്ങനെ മൃഗങ്ങളൊന്നും സ്പോട്ട് ചെയ്തിട്ടില്ല. കുറച്ച് മൊച്ചക്കുരങ്ങൾ അവിടെയും ഇവിടെയൊക്കെ കണ്ടു എന്നല്ലാതെ വേറൊരു അനിമലിനെ ഈ ഒരു റൂട്ടിൽ സ്പോട്ട് ചെയ്തിട്ടില്ല. സാധാരണ ആനൊക്കെ ഇറങ്ങാറുണ്ട് തോന്നുന്നു ഈ ഒരു റൂട്ടിൽ. വണ്ടി എക്സ്പൾസിൻ്റെ കസിൻ്റെ ഞാൻ മുന്നേ ഓടിച്ചിട്ടുണ്ടെങ്കിലും ഈ വണ്ടിയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. ഹാൻഡിൽ ബാർ കുറച്ച് റേസ് ചെയ്തിട്ടുണ്ട്. മിറേഴ്സൊക്കെ ഈ വിൻറ്റേജ് യമഹ ബൈക്കുകളുടെ ഒക്കെ പോലെയുള്ള ഒരു മിറേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇത് റൈഡ് ചെയ്യുമ്പോൾ ഒരു വേറെ തന്നെ ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ കിക്ക് ത്രോട്ടിൽ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. സീറ്റും നല്ലൊരു കുഷനിങ്ങുള്ള സീറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. എന്തായാലും കൊള്ളാം മൊത്തത്തിൽ. അങ്ങനെ നമ്മൾ തോൽപ്പെട്ടി എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ ട്രയൽസ് ഓഫ് റോഡ് എന്തോ ഉണ്ട് തോന്നുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ പോയിട്ടുണ്ട്.
വയനാട്ടില് ഇപ്പോഴത്തിന് ആഗ്രഹമാണ്. ഇത് എന്താ പറഞ്ഞാൽ ഇഷ്ടം പോകാറില്ല. മത്സരിക്കാൻ ഇല്ല ഇല്ല, ആക്ച്വലി ആ ഇതും പാളി ഇല്ല. ഇവിടെ അങ്ങനെ ഒരു ട്രയൽസും സംഭവങ്ങളൊന്നും ഇല്ലാത്ത തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം.
അങ്ങനെ നമ്മളിപ്പോൾ കുട്ടെത്തി. ഇവിടുന്ന് നാഗർഹോൾ വഴി പോകാൻ ഒരു നിവൃത്തിയില്ല, മോട്ടോർ സൈക്കിൾസ് അലൗഡ് അല്ല. അതിനോട് ചേർന്ന് വേറെ നല്ല റൂട്ടുകൾ ഉണ്ടോ എന്നുള്ളതും തൽക്കാലം അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് നേരെ തന്നെ വിടാനുള്ളൊരു പ്ലാനാണ്. പോകുന്ന റൂട്ടിൽ വേറെ വല്ല നല്ല റൂട്ടോ ഫോറസ്റ്റ് റൂട്ടോ അല്ലെങ്കിൽ വല്ല ഓഫ് റോഡ് ടൈൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. എന്തായാലും നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ പോവാണ്. അപ്പൊ ഇതെന്താ അല്ലടാ ഇതിപ്പോ ബ്രഷ് പോയതാണ്. നല്ലതായിരുന്നു. വണ്ടി ജീപ്പ് സാധനം ജീപ്പ് മഹീന്ദ്ര അത് പഴയ വിചാരിച്ച റൂട്ടുകളൊന്നും പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിലെല്ലാം തന്നെ ഓഫ് റോഡുകളോ ഈ ഒരു റൂട്ടിൽ വല്ല ഓഫ് റോഡുകളൊക്കെ ഉണ്ടോ എന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്സ്പൾസ് ഇമ്പൾസ് ഒക്കെ റൈഡ് ചെയ്യുന്നവർ പലപ്പോഴും വന്നിട്ടുള്ള പല ലൊക്കേഷൻസ് ഒക്കെയാണ് ഇതൊക്കെ. പക്ഷെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ അലൗഡ് അല്ല. അവർ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ട്രസ് പാസിങ് സീനാണെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ ബോർഡ് കണ്ട സ്ഥലങ്ങളിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. അവിടുന്ന് തിരിച്ചു തന്നെ പോവാണ്. ഇപ്പോൾ ഈ ഒരു ലൊക്കേഷനിലും നമ്മുടെ അവിടെ ബോർഡ് കണ്ടുകൊണ്ട് അത് പോകുന്നില്ല, നമ്മൾ ട്രസ് പാസ് ചെയ്യുന്നില്ല, നമ്മൾ തിരിച്ചു പോരുകയാണ്. അങ്ങനെ ആ ബോർഡില്ലാത്തൊരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഓഫ് റോഡ് തന്നെയാണ്. 3 പേര് മേലെ കയറിപ്പോയി. നമ്മളെന്തായാലും ബാക്കിൽ കയറി പോവാം. നമ്മുടെ മോട്ടോർ സൈക്കിളിന് ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എന്നാലും ഓഫ് റോഡ് ഒരു അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ കൂടെ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. എല്ലാം ഒരു ഫണ്ണാണല്ലോ.
ആ മേലെന്തോ സീനുണ്ട്. എന്തായാലും എല്ലാവരും താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെയും അലോഡ് അല്ല തോന്നുന്നു. നമുക്ക് എന്തായാലും വണ്ടി തിരിക്കാം. പോ. ആക്ച്വലി അവിടെ മേലെ വർക്കേഴ്സ് ഉണ്ട്. അതാണ് മറ്റേ തലവെട്ടും പറഞ്ഞത്. അവിടെ എന്തോ പുല്ല് വെട്ടണം എന്തോ ടീംസ് ഉണ്ട്. അപ്പോൾ അവരാ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് അലൗഡ് അല്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. വിചാരിച്ച പല പ്ലാനുകളും മൂഞ്ചി. നല്ലൊരു ഓഫ് റോഡും കിട്ടിയില്ല. അങ്ങനെ നിരാശയോടെ പോകുമ്പോഴാണ് നമ്മൾ വഴിയിൽ വേറൊരു മൊതലിനെ കണ്ടത്. ഒരു ഹൈസോങ്ങിൻ്റെ ഒരു വിൻറ്റേജ് ബൈക്ക്, ഒരു V12 എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു 2 സ്ട്രോക്ക് വണ്ടിയാണെന്ന് തോന്നുന്നു. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. എക്സോസ്റ്റൊക്കെ ഒരു രക്ഷയില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരു വിൻറ്റേജ് പ്രാന്തം ഉള്ളതുകൊണ്ട് തന്നെ വഴിയിൽ മൂപ്പരോട് നമ്മൾ വണ്ടി ഒന്ന് കാണാനെന്ന് പറഞ്ഞപ്പോൾ ആള് കൂളായിരുന്നു. ആള് നിർത്തി. വണ്ടി കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ആളോട് ചോദിച്ചു. പക്ഷേ ആള് ഇതിൻ്റെ ഒരു കളക്ഷനൊക്കെ ഉള്ള ആളാണെന്ന് തോന്നുന്നു. അത്യാവശ്യം വിൻറ്റേജ് ബൈക്കുകളോടൊക്കെ അഡീഷൻ ഉള്ള ഒരാളാണ്. മൂപ്പരുടെ കയ്യിൽ വേറെ വണ്ടികളുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. കാരണം ഞാൻ കുറച്ച് ബാക്കിലായതുകൊണ്ട് ഞാൻ എത്തിയപ്പോഴേക്കും മൂപ്പര് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ വേഗം പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ്. മൂപ്പരപ്പോൾ തന്നെ ഇവിടുന്ന് പോയി. എക്സോസ്റ്റൊക്കെ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് എത്ര CC ആണെന്നൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല, ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. എന്തായാലും റിസർച്ച് ചെയ്ത് നോക്കണം. അറ്റില ഹൈസൺ V12 എഞ്ചിൻ ഗുഡ്. അങ്ങനെ നമ്മൾ വീണ്ടും വേറൊരു ഫോറസ്റ്റ് റൂട്ടിൽ എത്തിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്കിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ടിലും കുറച്ച് മച്ചക്കുരങ്ങുകൾ തന്നെ ഉള്ളായിരുന്നു. പിന്നെ കുറച്ച് ദൂരമായിട്ട് ആനകളെ കണ്ടിരുന്നു. ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഫോറസ്റ്റ് റൂട്ടുകളിൽ വരുന്ന ഈ ഒരു ഹമ്പുകൾ അതൊരു ഡിസ്റ്റർബിങ് ആണ്. ഓഫ് റോഡ് വണ്ടി ഉള്ളവർക്ക് കുഴപ്പമില്ല, ജസ്റ്റ് എണീറ്റ് തന്നാൽ മതി. ബട്ട് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിൾസും സ്പോർട്സ് ബൈക്കൊക്കെ ഓടിക്കുന്നവർക്ക് ഇത് ഭയങ്കര അനോയിങ്ങാണ്. ആ ഒരു ഫോറസ്റ്റ് റൂട്ടിൽ കിട്ടുന്ന ആ ഒരു റിലാക്സിങ് ഫീല് നമുക്ക് നഷ്ടപ്പെടും ഈ ഹമ്പുകൾ കാരണം. ബട്ട് ഓഫ് കോഴ്സ് മൃഗങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹമ്പുകൾ വെച്ചിട്ടുള്ളത്, വാഹനങ്ങൾ സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട്.
കേരളം വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല കാമായിട്ടുള്ള ഹൈവേയിലൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വേറൊരു കാഴ്ച കിട്ടും. നമ്മുടെ സൂപ്പർ ബൈക്കേഴ്സ് ഒരുമിച്ച് യാത്ര പോകുന്നതൊക്കെ അധികം ഇതുപോലെയുള്ള റൂട്ടിലായിരിക്കും. കേരളത്തിലുള്ളവരും അധികം കേരളത്തിന് പുറത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൽ ഒന്നും കൂടെ റെസ്ട്രിക്ഷൻസ് കൂടുതലാണ്, ക്യാമറകൾ കൂടുതലാണ്, സ്പീഡ് ലിമിറ്റ് ഒന്നും കൂടെ കുറവാണ്. പിന്നെ മാത്രമല്ല റോഡുകളും അധികം സ്ട്രെയിറ്റ് റോഡുകളൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ തമിഴ്നാട്, കർണാടക ഇതിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് നല്ല സ്ട്രെയിറ്റ് ഹൈവേകൾ, ട്രാഫിക് കുറവുള്ള ഇതുപോലത്തെ ഒരുപാട് റോഡുകൾ കിട്ടും. അപ്പോൾ ആ ഒരു ഭാഗ്യം നമുക്ക് ഈ ഒരു റൈഡിലും കിട്ടി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയപ്പോഴാണ് ഈ ഒരു സീൻ ഉണ്ടായത്. ഞാനപ്പം കറക്റ്റ് ടൈമിങ്ങിൽ ക്യാമറ ഓഫ് ചെയ്തു. ഒരുപാട് ബൈക്സ് ഉണ്ടായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെന്റിൽ ക്യാമറ ഓൺ ആക്കാനും തോന്നിയില്ല. കാരണം ആ ഒരു എക്സോസ്റ്റ് നോട്ടും ആ ഒരു വണ്ടിന്റെ കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ആ ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് അല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ ക്യാമറ ഓൺ ആക്കാൻ നിന്നാൽ നമ്മുടെ ആ ഒരു കാഴ്ചയും നഷ്ടപ്പെടും. ഇതുപോലുള്ള സീനുകളാണ് എല്ലാ ബൈക്കേഴ്സിൻ്റെയും ഒരു പ്രചോദനം, ഒരു അൾട്ടിമേറ്റ് ഡ്രീം.
ഫോറസ്റ്റ് റൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ മാപ്പൊക്കെ ഇട്ട് കുറച്ച് ഉൾറോഡുകളിലൂടെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗ്രാമത്തിലൂടെയുള്ള റോഡ്, ഇപ്പോൾ കൃഷിയിടങ്ങളൊക്കെ ഉള്ള സൈഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് ഒരു ബ്രിഡ്ജിൻ്റെ മേലെ എത്തിയപ്പോൾ താഴ്ന്ന് കുറേ ശബ്ദമൊക്കെ. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ കളർഫുൾ ഹെൽമെറ്റൊക്കെ കണ്ടപ്പോൾ പിള്ളേർ ആവേശമായി. പിന്നെ ജസ്റ്റ് ഇറക്കാനൊക്കെ പറ്റുന്ന ഒരു ചെറിയ പുഴയാണ് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് ഇറക്കാനും അവിടെ ചെറിയൊരു പുല്ലൊക്കെ ഉള്ള ഒരു ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ കൂടുതലും ഓഫ് റോഡ് ഭ്രാന്തന്മാരായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇറക്കി. കൂടെ ഞങ്ങളും ഇറക്കി. പയ്യന്മാർ ഞങ്ങളെ കണ്ട് ഫുൾ വീഡിയോ എടുക്കലും വലിയ റൈഡേഴ്സൊക്കെ വന്ന പോലെ ആയിരുന്നു. ഞമ്മക്കെല്ലാം അറിയുള്ളൂ നമ്മൾ കുന്നങ്ങളാണെന്നുള്ള കാര്യം. അങ്ങനെ ചെക്കന്മാർ നമ്മുടെ ഇവിടെ അടുത്തൊരു ചെറിയ ടിബറ്റൻ സെറ്റിൽമെൻറ്റും അതിനോട് ചേർന്ന ഒരു ചെറിയ മോണസ്ട്രി ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ അവിടെ വരലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കും രാവിലെ മുതൽ റൈഡ് ചെയ്യുന്നല്ലേ, ചെറിയൊരു റെസ്റ്റൊക്കെ ആവാം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് പോകാമെന്നുള്ളത് തീരുമാനിച്ചു.
എല്ലാ മൊണസ്ട്രിയിൽ കയറിയ പോലെ തന്നെ ഇവിടെയും നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. മെയിൻ ബിൽഡിങ്ങിന്റെ അകത്തേക്കൊന്നും അലൗഡ് അല്ലായിരുന്നു, കാരണം അവിടെ എന്തോ ഒരു ഇവന്റ് ഒരു പരിപാടി നടക്കുന്ന കാരണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുറ്റുപാടൊക്കെ ഒന്ന് കറങ്ങി കുറച്ചു നേരം തണലത്തൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുന്ന് ഇറങ്ങി. കേരളം മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യമാണ്, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന പല ആൽമരങ്ങളും കാര്യങ്ങളൊക്കെ വഴിയുടെ സൈഡിലുണ്ടായിരുന്ന പലതും വികസനത്തിൻ്റെ പേരിൽ ഇപ്പോൾ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലുള്ള മരങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ഇതുപോലത്തെ റൂട്ടിൽ കിട്ടും. അതൊരു വേറെ തരം ഭംഗി തന്നെയാണ്. പ്രത്യേകിച്ച് രണ്ട് സൈഡിലും ആൽമരങ്ങൾ ഉണ്ടാകുന്ന പല ഭാഗങ്ങളും നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ഒരു ടണൽ ഫീൽ കിട്ടും. കാരണം ഇതിനുള്ളിൽ കയറുമ്പോൾ നല്ല തണലും തണുപ്പൊക്കെ ആയിരിക്കും, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും നല്ല വെളിച്ചവും വെയിലൊക്കെ കിട്ടും. ഒരു ടണലിൽ കയറുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അങ്ങനെതാ ചെറിയൊരു ചാറ്റൽ മഴയും നമുക്ക് കിട്ടി. അങ്ങനെ നല്ല ഹെവിയ മഴയൊന്നുമല്ല, ജസ്റ്റ് ഒരു ചെറിയ ചാറ്റൽ മഴ. നമ്മുടെ റോഡൊക്കെ ഒന്ന് ജസ്റ്റ് നനഞ്ഞിട്ടുള്ളൂ, ഡ്രസ്സൊന്നും നനക്കാൻ മാത്രമുള്ളൊരു മഴയൊന്നും പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് മഴയും അതിൻ്റെ കൂടെ തന്നെ വെയിലുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഭംഗിയാണ്. കാരണം മഴ പെയ്യുമ്പോൾ തന്നെ പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ കുറേ പോകുന്നുണ്ട്. ഈ സൺലൈറ്റിനൊരു പ്രത്യേക ബ്രൈറ്റ്നസ് കിട്ടും, അതൊരു ഭംഗി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞാൽ പൊതുവെ പരന്ന ഭൂപ്രകൃതി ആയതുകൊണ്ട് തന്നെ ആകാശത്തിൻ്റെ ബ്യൂട്ടി നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള സ്ട്രെയിറ്റ് ഹൈവേകൾ റോഡ് അധികം എൻജോയബിൾ ആവില്ല, കാരണം ഫുൾ സ്ട്രെയിറ്റ് സ്ട്രെച്ച് ആയിരിക്കും. നമുക്ക് സ്പീഡ് കൊണ്ടുള്ള എൻജോയ്മെൻറ്റ് മാത്രമേ കിട്ടുള്ളൂ. ബട്ട് ഇതുപോലുള്ള സ്കൈ നല്ല പരന്ന ലാൻഡ്സ്കേപ്പ് ആയതുകൊണ്ട് സ്കൈൻ്റെ ബ്യൂട്ടി നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും.
നമ്മുടെ മുന്നിലുള്ള ടീംസൊക്കെ അടിച്ച് മിന്നി പോയിട്ടുണ്ട്. നല്ല റോഡാണ്, ട്രാഫിക് കുറവാണ്, നല്ല വിഷം കിട്ടുന്നുണ്ട്. യെസ്, വി കുഡ് ആൾസോ റബ് ഇറ്റ് അപ്പ്. ലെറ്റ്സ് ഗോ. Change what you wanted. I wish that I could change what you wanted. I wish that I could change what you wanted. I wish that I could change what you wanted. I wish that I could change what you wanted. I wish that I could change what you wanted. I wish that I could change what you wanted. I wish that I could change what you wanted. Why we always looking for more? Why we always looking for more? ഒരു രക്ഷയില്ല, നല്ല അടിപൊളി റൂട്ടാണിത്. നല്ല റോഡ്, നല്ല ലാൻഡ്സ്കേപ്സ്, അടിപൊളി ഫീല്. ബേഗൂരിലേക്ക് പോകുന്ന റൂട്ടാണിത്, നല്ല കിടിലൻ റൂട്ടാണ്. I can feel the power, I can feel the power. Feel the power. Yeah, money that is time and hour. Time and hours. Yeah, I better activate the power. I'ma activate it, gotta make it, gotta chase it. I don't care what they be saying, I'ma do it now. And I've been really slaving, I ain't giving up and I ain't giving in. Do it now for the dividends, I'll be on the path, I just gotta get it. Cause I got my mind on some bigger things. So man, I ain't gonna give in now, I just gotta live this now. I've been gonna be man, I'ma kill this stuff real quick. I'ma go take it to town, cause I gotta be that king in the ring when I'm knocking him out. When I'm back with the win, cause I am just up on the journey. You just know that I'm just going insane. I could never get no sleep. So I just need to get it, man, I need to be the thing that I just painted out, man, you won't go see. See my vision, I'll be in it, I'ma kill it, I'ma take it all. Coming in, I'ma play it now, I'ma kill them dog, I'ma play the ball, cause I gotta go and get it, man, I really just need it. Tell these guys that they can beat it, I'ma give it, I'ma grab it, man, take it, never receive it, I'ma make it mine. I'm explosive like a mine, I've been working every time, yeah, I do it on the grind. I'ma shine, yeah, every single day. I'ma kill this competition cause I'm going. പവർ ഇല്ലെങ്കിൽ കോർണർ കിട്ടും, കിട്ടൂല.
കണ്ണിന് ഡ്രാഗ് ചെയ്താലോ കുറച്ച് എങ്ങനെയല്ലേ ഇങ്ങനെ പടത്തിൽ വെക്കണേ അപ്പൊ ഓരോട് എവിടേക്കാ രണ്ടെണ്ണം മരിക്കാൻ പോയിട്ട് അങ്ങോട്ട് പോയിടുന്ന അവര് പറഞ്ഞു. എടാ ഞാൻ 106 ചെറുപ്പന്റെ ബാക്കിൽ ഞാൻ പിന്നെ പുറത്തേക്ക് ഇടും. ആരെങ്കിലും കഷ്ടം ഞാനും പുറത്ത് തന്നെയാ. പുറത്ത് ട്രാക്ക് ചെയ്തു. ഈ വണ്ടി ഏറ്റവും വലിയ ഗീറാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് റൈഡിൻ്റെ ഒരു ഫീൽ. നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, നമ്മുടെ ഫീലിങ്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇതുപോലെ നല്ല രീതിയിൽ റവൊക്കെ ചെയ്ത് തന്നിട്ട് അത് എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞത് അതൊരു പ്രത്യേക സുഖമാണ്. യെസ്, ഐ ആം ലിസണിങ് ടു ദം. അങ്ങനെ നമ്മളെ പയ്യന്മാർ ബേൺ ഔട്ട് തുടങ്ങിയിട്ടുണ്ട്. റോഡ് സൈഡിൽ മണ്ണൊക്കെ ഇളക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്ക് വണ്ടിയുടെ റബ്സ് എൻജോയ് ചെയ്യാം. ഓ സീന്. അങ്ങനെ ഇവിടെ റൂട്ട് അടച്ചിട്ടുണ്ട്. ഇവിടെ 6 മണിയായാൽ ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേഗൂർക്ക് പോകുന്ന ഡയറക്റ്റ് റൂട്ടാണ്. അവിടെ നിന്നാണ് പിന്നെ ഗുണ്ടൽപേട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതൊരു ഡാമാണ് ആക്ച്വലി. ഇതിൻ്റെ സൈഡിൽ ക്ലോസ്ഡ് ആയിരിക്കും ഈ ഒരു സമയത്ത്. അതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. സൈഡിലേക്കുള്ള റോഡ് ഡാമിലേക്കുള്ളതാണ്. നേരെ പോയാൽ ബേഗൂരിലേക്കുള്ള റൂട്ട്. പിന്നെ സൈഡിലെന്തോ ബംഗ്ലാവോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി വളഞ്ഞ് തിരിഞ്ഞിട്ട് വേണം ബേഗൂരിലേക്ക് എത്താൻ. എന്തായാലും ഇനി ഒരിക്കൽ വരുമ്പം നേരത്തെ ഈ ഒരു റൂട്ട് പിടിക്കണം. ഫോറസ്റ്റ് റൂട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ക്ലോസ് ചെയ്തത്. ഈ ഒരു റൂട്ട് ഒരു രക്ഷയില്ല, അടിപൊളി റൂട്ടാണ്. നുഗു ഡാം എന്നിട്ടാണ് ഈ ഒരു ഡാമിൻ്റെ പേര് കേട്ടോ. അങ്ങനെ നമ്മളിതാ അവിടുന്ന് തിരക്കാണ്.
ഒരു റൈഡ് ശരിക്കും ഒരു 1 ഡേ വെൽ സ്പെൻഡാണ് ആസ് എ ബൈക്കർ, ആസ് എ റൈഡർ. നമ്മളധികം സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല, പക്ഷെ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചു. ഗട്ട് റോഡ്സ്, ഫോറസ്റ്റ് റോഡ്സ്, ഹൈവേസ്, ഓഫ് റോഡ്സ് കിട്ടുമോ നോക്കി. എന്നാലും ചെറിയ രീതിയിലുള്ള ഓഫ് റോഡ്സ് ഒക്കെ കിട്ടി. ചെറിയൊരു മഴ കിട്ടി, ഹൈ സ്പീഡ് റവ് അപ്പുകൾ കിട്ടി. അതുപോലെ തന്നെ നൈറ്റ് റൈഡും കിട്ടിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ക്യാമറ അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നൈറ്റിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഓഫ് റോഡുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു റോഡ് നല്ല രീതിയിൽ ഓഫ് റോഡ് ആയിട്ടുണ്ട്. നല്ല പൊളിഞ്ഞ റോഡാണ്. അത്യാവശ്യം എക്സ്പൾസും ഇമ്പൾസിനൊക്കെ വളരെ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 1 ഡേ ട്രിപ്പിൽ നല്ലൊരു ഓഫ് റോഡും കിട്ടിയെന്ന് പറയാം. ഈ ഒരു റൈഡിൽ നമ്മൾ കുറച്ച് പേര് ഗുണ്ടൽപേട്ടിൽ സ്റ്റേ ചെയ്തു. ഞാനും എൻ്റെ കസിനും നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. ഞങ്ങൾ നേരെ ഗൂഡല്ലൂർ വഴിയാണ് തിരിച്ചിറങ്ങിയത്. 6 മണിൻ്റെ മുന്നേ കറക്റ്റ് ജസ്റ്റ് 5:45 ചെക്ക് പോസ്റ്റിൻ്റെ ഉള്ളിൽ കയറി. നൈറ്റ് ഫുള്ള് ബന്ദിപ്പൂർ ഫോറസ്റ്റ് നൈറ്റ് റൈഡും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അത്യാവശ്യം ആനകളൊക്കെ നമ്മൾ ബന്ദിപ്പൂരിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റോഡിലല്ല, റോഡിൻ്റെ സൈഡിലായിട്ട്. ശരിക്കും ഈ ഒരു 24 റൈഡ് വെൽ സ്പെൻഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി നാളെ അത്യാവശ്യം നല്ല രീതിയിൽ മേലുവേദന ഒക്കെ ഉണ്ടാവാൻ ചാൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരു റൈഡ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ. വേറെ മറ്റേ വണ്ടിക്ക് ഇല്ല. ടെക്നോളജി